അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഡാറ്റ ടൈപ്സിനെ കുറിച്ചാണ്. അതായത് ജാവാസ്ക്രിപ്റ്റിൽ മൾട്ടിപ്പിൾ ഡാറ്റ ടൈപ്സ് ഉണ്ട്. അപ്പോൾ ആ ഡാറ്റ ടൈപ്സ് എത്ര ഡാറ്റ ടൈപ്സ് ഉണ്ട്, അപ്പോൾ ഏതൊക്കെയാണ് എന്തിനൊക്കെയാണ് ഉപയോഗിക്കുന്നതെന്നുള്ള കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതിന് തൊട്ട് മുമ്പ് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പഠിച്ചിരുന്നു ഈക്വാലിറ്റി എന്താ, അതായത് ഫോർ എക്സാമ്പിൾ നമ്മൾ 3 ഈക്വലും അതുപോലെ തന്നെ 2 ഈക്വൽ നമ്മൾ കൊടുത്താൽ അതിനുള്ള വ്യത്യാസം എന്താണെന്നുള്ള പ്രോപ്പറായിട്ട് കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മുടെ ടെലിഗ്രാമിൻ്റെ ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഉണ്ട്, ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളെ സംശയങ്ങൾ ചോദിക്കാം. നിങ്ങൾക്ക് മലയാളത്തിൽ തന്നെ ചോദിക്കാം, അപ്പോൾ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഈ പറഞ്ഞ പോലെ റിപ്ലൈ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും കിട്ടും. ഓക്കെ, പിന്നെ നമ്മൾ ഇന്ന് പറയാൻ പോകുന്നതാണ് ഡാറ്റ ടൈപ്പിനെ കുറിച്ചാണ്. അപ്പോൾ അത് ഡാറ്റ ടൈപ്സ് എന്ന് വെച്ചാൽ തന്നെ നമ്മൾ പറഞ്ഞിരുന്നു, അതായത് നമ്മൾ ജാവയിൽ പ്രോപ്പറായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അതൊന്ന് പോയി കാണുക. ചുരുക്കി പറയുകയാണെങ്കിൽ നമുക്ക് ഒരു ഡാറ്റ ടൈപ്പ് എന്ന് വെച്ചാൽ നമ്മൾ ജാവയിൽ പറഞ്ഞ ഒരു എക്സാമ്പിൾ ഉണ്ട്, ഒരു കൂടിൻ്റെ കാര്യങ്ങളൊക്കെ. പക്ഷെ അതെടുത്ത് ഇതിലേക്ക് കമ്പയർ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷെ സെയിം കൺസെപ്റ്റാണ്. പക്ഷെ ജാവാസ്ക്രിപ്റ്റിൽ എന്ത് ചെയ്യും, കുറച്ച് കൺസെപ്റ്റ് ഒക്കെ ചേഞ്ച് ആവും. കാരണം എന്താ വെച്ചാൽ ഇവിടെ ഡാറ്റ ടൈപ്പ് എന്ന് വെച്ചാൽ ഫോർ എക്സാമ്പിൾ നമുക്കൊരു നമ്പറിനെ സ്റ്റോർ ചെയ്യുകയാണെങ്കിലും അല്ലെങ്കിൽ ഒരു ഫ്ലോട്ട്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്കിപ്പോൾ നമ്പർ സ്റ്റോർ ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, ഈ പറഞ്ഞ ലെറ്റിലാണ് നമ്മൾ സ്റ്റോർ ചെയ്യുന്നത്. പക്ഷെ ജാവയിലാണെങ്കിലോ ഇൻറ്റ് എന്നുള്ളതിലാണ്. അതൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതാണ്. അതുപോലെ തന്നെ നമ്മൾ ഇവിടെ പഠിക്കാൻ പോകുന്നത് ഇപ്പോൾ നമുക്ക് നമ്പർ എന്നുള്ള ഡാറ്റ ടൈപ്പ് ഉണ്ട്. അറിയാം നമുക്ക് നമ്പർ എന്ന് വെച്ചാൽ എന്താ, നമ്പർ എന്ന് വെച്ചാൽ നമുക്കൊരു നമ്പർ വെച്ചിട്ട് എന്തൊക്കെ മീൻസ് ഇൻറ്റീജർ ആയിട്ടുള്ള വാല്യൂസ് നമുക്ക് ആഡ് ചെയ്യും. 1 2 3 4 5 ഇങ്ങനെയുള്ള ഇൻറ്റീജേഴ്സിനെ ആഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഡാറ്റ ടൈപ്പാണ് എന്ത്, ഈ നമ്പർ എന്നുള്ള. നമ്പർ ഉണ്ട്, അതുപോലെ തന്നെ സ്ട്രിങ് ഉണ്ട്. സ്ട്രിങ് അറിയാം, നമുക്ക് വേർഡ്സ് അല്ലെങ്കിൽ ഒരു ടെക്സ്റ്റ് കാര്യങ്ങളൊക്കെ സ്റ്റോർ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ സ്ട്രിങ് ആണ് ഉപയോഗിക്കുക. അതല്ലാത്ത കേസ് ഇപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, ബൂലിയൻ ട്രൂ ഓർ ഫോൾസ്, ട്രൂ അല്ലെങ്കിൽ ഫോൾസ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തതാണ്. ആ ട്രൂ ഓർ ഫോൾസ് നമ്മൾ ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ആ ഡാറ്റ ടൈപ്പ് ഉപയോഗിക്കും. പിന്നെ അതുപോലെ തന്നെ ജാവാസ്ക്രിപ്റ്റിൽ സിമ്പിൾ എന്ന് പറഞ്ഞിട്ടൊരു ഡാറ്റ ടൈപ്പ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ മൾട്ടിപ്പിൾ ഡാറ്റ ടൈപ്സ് ഉണ്ട്. നമ്മൾ ഓരോന്നായി പറഞ്ഞുതരാം. അപ്പോൾ ആദ്യം നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് നമ്പർ എന്നുള്ളതിനെ കുറിച്ചാണ്. ഇനി ജാവാസ്ക്രിപ്റ്റും മറ്റുള്ള ലാംഗ്വേജ് ആയിട്ട് കമ്പയർ ചെയ്യുന്ന ടൈമിൽ മറ്റുള്ള ലാംഗ്വേജസിൽ എന്തുണ്ട്, ഈ പറഞ്ഞ പോലെ ഈ നമ്പർ ഉണ്ട്, പിന്നെ അതുപോലെ ഫ്ലോട്ട്, ബിഗിൻറ്റ്, ഇങ്ങനെയൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഫ്ലോട്ട് എന്താ, ഫ്ലോട്ടും നമ്പറും തമ്മിൽ വ്യത്യാസം എന്താ വെച്ചാൽ, നമ്പർ എന്ന് വെച്ചാൽ 1 2 3 4 5 ഇതൊക്കെ എന്താണ്, നമ്പേഴ്സാണ്. പക്ഷെ ഫ്ലോട്ട് എന്ന് പറഞ്ഞ ഒരു ഡാറ്റ ടൈപ്സ് ഉണ്ട്. ഇപ്പോൾ നമ്മൾ ജാവയിൽ എടുത്ത് നോക്കുകയാണെങ്കിൽ ജാവയിൽ നിന്നൊരു ഫ്ലോട്ട് എന്ന് പറഞ്ഞിട്ടൊരു ഡാറ്റ ടൈപ്പ് ഉണ്ട്. ഫ്ലോട്ട് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഡെസിമൽ പോയിന്റ് നമ്പർ വരില്ല. ഡെസിമൽ പോയിന്റ് എന്ന് വെച്ചാൽ 1.2 ഇല്ലെങ്കിൽ 2.4 അല്ലെങ്കിൽ 3.4 ഇങ്ങനെ പോയിന്റ് വരുന്ന നമ്പേഴ്സിനാണ് ഫ്ലോട്ട് എന്ന് പറയുന്നത്. അപ്പോൾ അതിനെ സ്റ്റോർ ചെയ്യുന്ന ഒരു സംഭവം, അതിനെ സ്റ്റോർ ചെയ്യാൻ വേണ്ടി വേറെ ഡാറ്റ ടൈപ്പ് മറ്റുള്ള ലാംഗ്വേജസിൽ എന്തുണ്ട്, ഈ പറഞ്ഞ കാര്യങ്ങളുണ്ട്. പക്ഷേ നമുക്ക് ഈ ജാവാസ്ക്രിപ്റ്റിൽ വന്നു കഴിഞ്ഞാൽ ജാവാസ്ക്രിപ്റ്റിൽ നോക്കുമ്പോൾ ഈ നമ്പറും ഫ്ലോട്ടും എല്ലാം സ്റ്റോർ ചെയ്യുന്ന ഒറ്റ ഡാറ്റ ടൈപ്പിലാണ്, അത് നമ്പർ എന്നുള്ള ഡാറ്റ ടൈപ്പിലാണ്. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമുക്ക് ഒന്ന് ചെയ്ത് കാണിച്ചാൽ നിങ്ങൾക്ക്, അതായത് ആ ഒരു ഡാറ്റ ടൈപ്പിൽ എങ്ങനെയാണ് സ്റ്റോർ ചെയ്യുന്നത്, ഇപ്പോൾ ഫ്ലോട്ട് ആണെങ്കിൽ നമ്പർ ആണെങ്കിൽ എങ്ങനെ സ്റ്റോർ ചെയ്യുന്നത് എന്നുള്ളത് കാണിച്ചു തരാം. ഓക്കെ, അതിന് വേണ്ടി ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യാം, ഇപ്പം നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്നുണ്ടാവും. ഈ സ്ക്രീനിൽ നമ്മൾ കഴിഞ്ഞ വീഡിയോ ചെയ്തതാണ്, ഇതൊക്കെ നിങ്ങൾ പഠിച്ചതാണ്, അതുകൊണ്ടാണ് ഞാൻ കളയുന്നത്. ഓക്കെ, ഞാൻ എന്ത് ചെയ്യുന്നു, ലെറ്റ് വെച്ചിട്ട് ലെറ്റ് എന്താ വാർ എന്താ കോൺസ്റ്റന്റ് എന്താ കഴിഞ്ഞ വീഡിയോയിൽ പ്രോപ്പറായി പറഞ്ഞതാണ്. നിങ്ങൾ മസ്റ്റായിട്ട് ആ വീഡിയോ കണ്ടാൽ മാത്രമേ ഇപ്പോൾ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാവുള്ളൂ. ഡിക്ലെയർ ചെയ്യുന്ന ടൈമിലൊക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഡിക്ലെയർ എന്താ, അസൈനേഷൻ എന്താന്നുള്ളതൊക്കെ പ്രോപ്പറായി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് പോയി കാണാം. അപ്പോൾ ലെറ്റ് എന്നുള്ള വേരിയബിൾ ഞാൻ എന്ത് ചെയ്യുന്നു, ഒരു എന്നുള്ള വേരിയബിൾ നെയിം കൊടുക്കുന്നു. അതിൽ ഞാൻ 10 എന്നുള്ളത് കൊടുത്തതിന് ശേഷം ഞാൻ എന്ത് ചെയ്യുന്നു, ഇവിടെ console.log ഞാൻ പ്രിൻ്റ് ചെയ്യാണ്, എന്നുള്ളത് പ്രിൻ്റ് ചെയ്യാണ്. ഓക്കെ, സേവ് ചെയ്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഈ ഫയലൊന്ന് റൺ ചെയ്യാം. ഓക്കെ, ഇതെടുത്ത് നിങ്ങൾ എന്ത് ചെയ്യുക, ഓക്കെ വെൽക്കം ടു വെസ്ലം കൊടുത്തു. അതിന് വേണ്ടി ഇൻസ്പെക്ട് ക്ലിക്ക് ചെയ്യുക, കൺസോളിന് വേണ്ടി. കൺസോൾ എടുത്തതിന് ശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഇവിടെ കാണാൻ പറ്റും. ഇവിടെ കണ്ടോ 10 എന്നുള്ളത് കാണാൻ പറ്റുന്നുണ്ട് അല്ലേ. 10 എന്നുള്ളത് ഞാൻ എവിടെ സ്റ്റോർ ഞാൻ സ്റ്റോർ ചെയ്തിട്ടുള്ളത് എന്നുള്ള ഒരു വേരിയബിളിനാണ്. ആ എന്നാണ് പ്രിൻ്റ് ചെയ്തത്. ഇവിടെ എന്താണ്, ഇതിൻ്റെ ടൈപ്പ് എന്താ, നമ്മാണ്. ഇപ്പോൾ ടൈപ്പ് എന്താ നമുക്ക് അറിയാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം,
ഇപ്പോൾ ജാവാസ്ക്രിപ്റ്റിലൊക്കെ നമുക്കൊരു സംശയമുള്ളതാണ്. അതായത് ജാവാസ്ക്രിപ്റ്റിൽ ഇപ്പോൾ എന്താണ്, നമുക്ക് ടൈപ്പ് കണ്ടെത്താൻ വളരെ പാടാണ്. മീൻസ് അതായത് ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ, ഈ വേറെ ലാംഗ്വേജ് ഒക്കെ എടുത്ത് ജാവ അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ലാംഗ്വേജ് എടുത്തെങ്കിൽ അതൊക്കെ സ്റ്റാറ്റിക് ടൈപ്പാണ്. സ്റ്റാറ്റിക് ടൈപ്പ് എന്ന് വെച്ചാൽ എന്താണെന്നുള്ളത് നമ്മൾ പ്രോപ്പറായി പറഞ്ഞിട്ടുണ്ട്. അതായത് സ്റ്റാറ്റിക് ടൈപ്പാണ്, അതായത് അവർക്കൊരു ടൈപ്പ് ഇങ്ങനെ ആഡ് ചെയ്തിട്ടുണ്ടാവും. പക്ഷേ ജാവാസ്ക്രിപ്റ്റിനെ സംബന്ധിച്ചോളം അത് ഡൈനാമിക് ടൈപ്പാണ്. അപ്പോൾ ആ ടൈപ്പ് കണ്ടെത്താൻ നമുക്ക് എന്ത് ചെയ്യും, കുറച്ച് ബുദ്ധിമുട്ടാണ്. അത് ഏത് ടൈപ്പാണെന്നുള്ളത് നമുക്ക് കാണിക്കണം എന്നുണ്ടെങ്കിൽ, കാരണം ലെറ്റിലാണ് വാറും ഈ പറയുന്ന കോൺസ്റ്റും വെച്ചിട്ട് നമുക്ക് ഏത് ഡാറ്റ ടൈപ്പ് എന്ത് ചെയ്യാം, അസൈൻ ചെയ്യാൻ പറ്റും, ഡിക്ലെയർ ചെയ്യാൻ പറ്റും. പക്ഷെ നമുക്കത് ഏത് ടൈപ്പാണെന്ന് അറിയാൻ പറ്റില്ല. അതിന് വേണ്ടി ഒരു സംഭവം കൂടി ഉണ്ട്. അതായത് കൺസോൾ ഡോട്ട് ലോഗിൻ്റെ ഉള്ളിൽ തന്നെ ടൈപ്പ് ഓഫ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്. ടൈപ്പ് ഓഫ് ഇതിൽ പറയുമ്പോൾ TYPEOF, ഈ ടൈപ്പ് ഓഫും കൊടുത്തിട്ട് സേവ് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ടൈപ്പ് കിട്ടും. അതിന് ഡാറ്റ ടൈപ്പ് ഏതാന്നുള്ളത് നമുക്ക് കിട്ടും. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഞാൻ നമ്പർ ഇവിടെ ഞാൻ എന്ത് ചെയ്യുന്നു, ഹലോ എന്ന് കൊടുത്തു, സേവ് ചെയ്തു. ഇപ്പോൾ നമ്മിൻ്റെ വാല്യൂ എന്താ, നമ്മിൻ്റെ വാല്യൂ ഹലോ എന്നുള്ളതാണ്. അപ്പോൾ ഹലോ എന്നുള്ളത് എന്താ, ഡാറ്റ ടൈപ്പ് സ്ട്രിങ് ആണ്. നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അവിടെ സ്ട്രിങ് എന്നുള്ളത് കാണാൻ പറ്റും. അപ്പോൾ ടൈപ്പ് ഓഫ് എന്നുള്ളൊരു കീവേഡ് ഉണ്ട്. ആ കീവേഡ് ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ ടൈപ്പ് ഏതാണെന്ന് കണ്ടെത്താൻ പറ്റും. ഇപ്പോൾ നമ്മൾ ടൈപ്പ് ഏതാണെന്ന് വെച്ചാൽ, ഇപ്പോൾ നേരത്തെ എഴുതിയത് 10 ആണ്. അപ്പോൾ 10 കൊടുത്തു, സേവ് ചെയ്തു, പോയി നോക്കുകയാണെങ്കിൽ നമ്പറാണ്. ഓക്കെ, ഇനി ഞാൻ എന്ത് ചെയ്തു, 10.5 എന്ന് കൊടുക്കുന്നു. 10.5 എന്ന് കൊടുത്താൽ ഇവിടെയും ഡാറ്റ ടൈപ്പ് നമ്പറിനായിരിക്കും. ഓക്കെ, കണ്ടോ, നമ്പർ എന്നാണ്, യാതൊരു മാറ്റമില്ല, നമ്പറാണ്. ഇവിടെ ഫ്ലോട്ട് എന്നുള്ള ഒരു ഡാറ്റ ടൈപ്പ് ഇല്ല. പിന്നെ ഇതാ നമ്പർ എന്ന് വെച്ചിട്ടാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വലിയ സംശയം ഉണ്ടാവും, എന്തുകൊണ്ടാണ് ഇങ്ങനെ ഫ്ലോട്ട് എന്നുള്ള ഒരു ഡാറ്റ ടൈപ്പ് ഇവിടെ ഇല്ലാത്തത്, നമ്പർ എന്നുള്ള ഡാറ്റ ടൈപ്പ് മാത്രമാണല്ലോ എന്നുള്ളത്. ഇപ്പോൾ കൺസെപ്റ്റിൽ നമുക്ക് നോക്കുകയാണെങ്കിൽ, ഒരു ഫ്ലോട്ട് വേരിയബിൾ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഇന്നർ ഡെപ്തിലൊക്കെ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും പല പ്രശ്നങ്ങളുണ്ട് ഈ ഫ്ലോട്ട് ഉപയോഗിക്കുന്നത്. ഇവിടെ ഫ്ലോട്ടിൻ്റെ കാര്യത്തിൽ കുറച്ച് കോംപ്ലിക്കേഷൻസ് ഉണ്ട്. കോംപ്ലിക്കേഷൻസ് എന്താണെന്ന് വെച്ചാൽ, നോർമലി ഒരു ഫ്ലോട്ട് ഉപയോഗിക്കുമ്പോൾ പല പ്രശ്നങ്ങൾ ഇവർ ഫേസ് ചെയ്യുന്നുണ്ട്. അതായത് നമുക്ക് ഈ ഫ്ലോട്ട് ഉപയോഗിക്കുമ്പോൾ അതായത് ഇപ്പോൾ നമ്മൾ സ്റ്റോർ ചെയ്യുന്ന ഇൻറ്റിജറിനേക്കാളും കൂടുതൽ സ്റ്റോറേജ് എടുക്കുന്നതാണ് ആര്, ഈ ഫ്ലോട്ട് എന്നുള്ളത്. ഓക്കെ, അതൊരു വേറെ കൺസെപ്റ്റാണ്. അത് ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു വേറെ വീഡിയോയിലായിട്ട് പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് പറയാം. അതായത് ബിഗിൻറ്റും അതുപോലെ തന്നെ ഫ്ലോട്ടും ഇൻറ്റീജറായിട്ട് വേർതിരിച്ച് എന്ത് ചെയ്യാം, 3 വേർതിരിച്ച് പറഞ്ഞുതരാം. ബിഗിൻറ്റ് എന്ന് വെച്ചാൽ നിങ്ങൾക്കെല്ലാം അറിയാം. അതായത് ബിഗിൻറ്റ് എന്ന് വെച്ചാൽ വലിയ ഡാറ്റ, അതായത് വലിയ ബൈറ്റൊക്കെ ഉള്ള കുറച്ച് ഡാറ്റ, വലിയ നമ്പേഴ്സൊക്കെ ആയിട്ടുണ്ടാവും. ആ നമ്പേഴ്സ് ഇല്ലെങ്കിൽ ഡെസിമൽ പോയിന്റുള്ള വലിയ നമ്പേഴ്സ്. അപ്പോൾ അതിനൊക്കെ സ്റ്റോർ ചെയ്യാൻ വേറൊരു മെമ്മറി വേണം. ആ മെമ്മറിയിലാണ് ഉപയോഗിക്കുന്നത്. പിന്നെ പെർഫോമൻസിൽ ഇഷ്യൂസ്, അങ്ങനെ കുറേ കാര്യങ്ങൾ ബിഗിനിൽ വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ ബിഗിനിൽ ഉപയോഗിക്കാതെ നേരെ എന്ത് ചെയ്തു, ഈ പറഞ്ഞ പോലെ നമ്പർ മാത്രമാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഫ്ലോട്ടിൻ്റെ കാര്യത്തിൽ എടുക്കുകയാണെങ്കിൽ, ഇപ്പോൾ പറയുന്നത്, ഇപ്പോൾ ഫ്ലോട്ടിൻ്റെ കാര്യത്തിൽ എടുക്കുകയാണെങ്കിൽ നമുക്ക് എന്താ, അത് റൗണ്ടിങ്ങിൻ്റെ ഇഷ്യൂ ഉണ്ട്. അതായത് റൗണ്ടിങ് എന്ന് വെച്ചാൽ, ഇപ്പോൾ നമുക്ക് 0.300000 എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, റൗണ്ട് ചെയ്തെടുക്കും. അത് അതിന് വേറൊരു സമയം കണ്ടെത്തണം. പിന്നെ അതുപോലെ തന്നെ അതിന് സ്റ്റോർ ചെയ്യാൻ വേണ്ടി വേറൊരു മെമ്മറി. അപ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ കമ്പയർ ചെയ്യുന്ന ടൈമിൽ നോക്കുകയാണെങ്കിൽ ഫ്ലോട്ടിനെക്കാളും നമ്പറാണ് ഏറ്റവും നല്ലത്. ഫ്ലോട്ട് എന്നുള്ളത് ഇത്രയും ഇഷ്യൂസ് ഫേസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയും ഇഷ്യൂസ് ഫേസ് ചെയ്യുമ്പോൾ, അല്ലാത്ത ഒരു കേസിൽ ഒരു പ്രൊജക്റ്റ് റൺ ചെയ്യുമ്പോൾ വേറെന്തെങ്കിലും ഈ റൗണ്ടിങ്ങിൽ ഇഷ്യൂസ് വന്നാൽ അവിടെയും ആ ഒരു ഇഷ്യൂസ് നമ്മുടെ പ്രൊജക്റ്റിൽ ബാധിക്കും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയൊക്കെ വരും. അപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും, മൾട്ടിപ്പിൾ ലാംഗ്വേജ് എന്തിനാ അത് ഉപയോഗിക്കുന്നുണ്ടല്ലോ, അപ്പോൾ നമുക്ക് അത് ഉപയോഗിച്ചൂടെ എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്നുണ്ടാവും. അത് വേറൊരു കൺസെപ്റ്റാണ്. അത് നമുക്ക് എന്ത് ചെയ്യാം, അതും വേറൊരു വീഡിയോയ്ക്ക് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഓക്കെ, അതായത് പ്രോപ്പറായിട്ട് ഇതിൻ്റെ ഒരു വീഡിയോ ആയിട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ ഡാറ്റ ടൈപ്പിൻ്റെ പറയുന്ന ടൈമിൽ ഞാൻ പറഞ്ഞെന്നുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഇപ്പോൾ കാണിച്ച പോലെ തന്നെ ഈ സ്ക്രീനിൽ കാണുന്ന പോലെ ടൈപ്പ് ഓഫ് നമ്പർ എന്നുള്ളത് എന്നുള്ളത് വെച്ച് നമ്മൾ എന്ത് ചെയ്തു, ടൈപ്പ് നോക്കുമ്പോൾ ടൈപ്പാണ് എന്ത് ചെയ്യുന്നത്, ഇവിടെ കണ്ടത് നമ്പറാണ് അതിൻ്റെ ടൈപ്പ്, അതുകൊണ്ട് നമ്പർ. അപ്പോൾ ഇതുപോലെ നമുക്ക് എന്ത് ചെയ്യും, ടൈപ്പ് കണ്ടെത്താൻ പറ്റും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാനിവിടെ ഫോൾസ് എന്ന് കൊടുക്കാമെന്ന്, എന്നിട്ട് സേവ് ചെയ്ത് നോക്കുമ്പോൾ ബൂലിയൻ എന്നുള്ളത് കണ്ടു. ഓക്കെ, പറഞ്ഞാൽ ബൂലിയനാണ് ട്രൂ ഓർ ഫോൾസ് എന്ന് വരിക. അപ്പോൾ ഇങ്ങനെ ഇത്രയും ഡാറ്റ ടൈപ്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്തുകൊണ്ട് ഫ്ലോട്ട് ഉപയോഗിക്കുന്നില്ല, എന്തുകൊണ്ടാണ് നമ്പർ ഉപയോഗിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ മനസ്സിലാക്കിയിട്ടുണ്ടാവും. ഓക്കെ, ഇതാണ് കൺസെപ്റ്റ്. പിന്നെ ഇതിൽ കുറച്ച് ഡീപ്പായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അത് നമ്മൾ വേറെ വീഡിയോയ്ക്ക് ഞാൻ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ ഇത് ലെങ്ത്ത് കൂടും. ഇനി നമുക്ക് പറയുകയാണെങ്കിൽ ഈ ജാവാസ്ക്രിപ്റ്റിൻ്റെ വിഷയത്തിൽ തന്നെ അൺഡിഫൈൻഡ് എന്ന് പറഞ്ഞിട്ടൊരു വാല്യൂ ഉണ്ട്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും അൺഡിഫൈൻഡും നോട്ട് ഡിഫൈൻഡ് തമ്മിൽ വ്യത്യാസം എന്താണെന്നുള്ളത് പ്രോപ്പറായി കാണിച്ചിരുന്നു. അതിൽ അൺഡിഫൈൻഡ് എന്നുള്ളത് ഒരു ഡാറ്റ ടൈപ്പാണ്. ഇത് മീൻസ് ജാവാസ്ക്രിപ്റ്റിനെ സംബന്ധിച്ചിടത്തോളം അൺഡിഫൈൻഡ് എന്നുള്ളത് ഒരു
ഡാറ്റ ടൈപ്പാണ്. അതായത് അൺഡിഫൈൻഡ് എപ്പോഴാണ് വരിക? അൺഡിഫൈൻഡ് ഇപ്പോൾ ഞാൻ ഇവിടെ അൺഡിഫൈൻഡ് കൊടുക്കുന്നു, അൺഡിഫൈൻഡ് കൊടുത്തു, സേവ് ചെയ്തു. സേവ് ചെയ്തതിന് ശേഷം ഒന്ന് പോയി നമുക്ക് ബ്രൗസർ നോക്കിക്കഴിഞ്ഞാൽ അൺഡിഫൈൻഡ് കാണുന്നുണ്ട്. അൺഡിഫൈൻഡ് കാണാൻ കാരണം അതൊരു ഡാറ്റ ടൈപ്പാണ്. ഇനി അതിൻ്റെ ടൈപ്പ് നോക്കാം, അതിൻ്റെ ടൈപ്പ് എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. നോക്കിയിട്ട് സേവ് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ, ഇപ്പം നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത് പോലെ ഇപ്പം ഞാൻ ടൈപ്പ് ഓഫ് എന്ന് കൊടുത്തിട്ട് നമ്മാണ് കൊടുത്തത്. നമ്മൾ എന്താ അസൈൻ ചെയ്തിട്ടുള്ളത്? അൺഡിഫൈൻഡ് എന്നുള്ള വാല്യൂ ആണ്. അപ്പോൾ അത് സേവ് ചെയ്ത് നമുക്ക് ഒന്നും കൂടി പോയി നോക്കിക്കഴിഞ്ഞാൽ അൺഡിഫൈൻഡ് ആണ് അതിൻ്റെ വാല്യൂ. അതിൻ്റെ ഡാറ്റ ടൈപ്പ് എന്താണ്? അൺഡിഫൈൻഡ് ആണ്. കാരണം എന്താ? അൺഡിഫൈൻഡ് എന്നുള്ളത് ജാവാസ്ക്രിപ്റ്റിൽ നോക്കുമ്പോൾ അത് ഡാറ്റ ടൈപ്പ് ആയിട്ടാണ് അത് എന്ത് ചെയ്യുന്നത്, കൺസിഡർ ചെയ്യുന്നത്. അതുകൊണ്ടാണ് അൺഡിഫൈൻഡ് ആയിട്ട് നമുക്ക് കാണുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നോക്കുക. നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഈ പറഞ്ഞ ഡാറ്റ ടൈപ്സ് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇനി അല്ലാത്ത കുറച്ച് ഡാറ്റ ടൈപ്സ് ഉണ്ട്, ഈ നള്ള്, സിമ്പിൾ, അങ്ങനെ പറഞ്ഞ കുറച്ച് ഡാറ്റ ടൈപ്സ് ഉണ്ട്. അത് നമുക്ക് എന്ത് ചെയ്യാം, നെക്സ്റ്റ് വീഡിയോയിൽ എന്ത് ചെയ്യാം, പരിചയപ്പെടുത്തി തരാം. ഇപ്പോൾ ഇത്രയും കാര്യങ്ങൾ പ്രോപ്പറായി നോക്കുക. ഇതിൽ എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ വരുന്നുണ്ടെങ്കിൽ നമ്മൾ ടെലിഗ്രാമിൽ ലിങ്ക് ഉണ്ട്, ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് എല്ലാ സംശയങ്ങളും ചോദിക്കാം. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ നെക്സ്റ്റ് ടോപ്പിക്കുമായി കാണാം. കീപ്പ് വാച്ചിങ്.